നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. ഇത് വന്നിട്ട് പഞ്ചമതിഥി ലാസ്റ്റ് ഡേ അപ്ഡേറ്റ് ആണ്. നാളെ, അതായത് മാർച്ച് മാസം 8-ാം തീയതി ഞായറാഴ്ചയാണ് തിഥി വരുന്നത്. തേയ്പ്പിറ പഞ്ചമിയാണ്. ഇന്ന് 7-ാം തീയതി ശനിയാഴ്ചയാണ്. പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് രാത്രി 9 മണി വരെ പേരുകൾ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വരുന്ന പേരുകൾ എടുക്കാൻ ഒക്കത്തില്ല. നമ്മുടെ ചാനൽ 2 വർഷമായിട്ട് ഫോളോ ചെയ്ത് വരുന്നവർക്ക് എല്ലാ പ്രൊസീജിയേഴ്സും അറിയാം. എന്നാൽ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണ്, നിങ്ങൾക്കും ചേരണ വെച്ചാല് ഞാൻ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. പേരുകൾ കൊടുക്കുന്നവര് പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലം എന്നിവ ടൈപ്പ് ചെയ്ത് അയച്ചോളുക. എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടോളുക. നാളത്തെ പഞ്ചമിയിൽ ചെയ്യേണ്ട ഒരു സിമ്പിൾ മെത്തേഡ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. അതെന്താ വെച്ചാല്, നിറയെ പേര് രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. എണീറ്റ ഉടനെ തന്നെ ഈ പ്രശ്നം വന്നോ, ഇന്ന് നാളെ ഫുള്ളായിട്ട് എനിക്കിത് ഫേസ് ചെയ്തോണ്ടിരിക്കണോ, അത് കഴിയുമ്പോൾ അടുത്ത പ്രശ്നം, അങ്ങനെ എണീറ്റ ഉടനെ തന്നെ ഓരോ പ്രശ്നം കൊണ്ടുവരുന്ന മാതിരി വന്നിട്ടിരിക്കും. അങ്ങനെ നിറയെ പേർക്ക് ആ നാളെ വന്നിട്ട് ഡിസപ്പോയിന്റ് ആയിട്ട് പോകുന്ന മാതിരി ഇരിക്കും. എന്നാൽ ആ വിഷയോ നടന്നും തീരുവില്ല. അങ്ങനെ ഒരു വിഷയം വേറൊന്നിരിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഒരു നാളിലൊരു വിഷയം വന്നു, പ്രശ്നം വന്നു, അത് ആ നാളിൽ തന്നെ നിങ്ങൾക്ക് അത് തീർക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ എല്ലാം നിങ്ങൾക്ക് വരുമ്പോൾ ഇന്നേക്ക് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്ന വിഷയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൈകൊടുക്കും. ഇതിന് വന്നിട്ട് യാതൊരു റൂൾസോ ഒരു കെട്ടുപാടുകളോ ഒന്നുമേ ഇല്ല. ജസ്റ്റ് ഒരേ ഒരു വാക്യം. ഈ വാക്യം വന്നിട്ട് നിങ്ങൾ ഈ പ്രോബ്ലം വരുന്ന സമയത്ത് ആ ദിവസം അത് എത്ര വലിയ പ്രശ്നം ആയിരുന്നാലും ശരി, ഈ വാക്കുകൾ വന്നിട്ട് നിങ്ങൾ ചൊല്ലിക്കോളുക. നിങ്ങൾക്ക് തീർച്ചയായും സൂപ്പർ ആയിട്ടുള്ള ഒരു റിസൾട്ട് വന്ന് കിട്ടുമെന്ന് എൻ്റെ ഗുരുജി എനിക്ക് പകർന്നു തന്നതാണ്. അതെന്താണെന്ന് നോക്കാം. വരൂ, നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം. ജീവിതത്തില് എപ്പോഴും നമ്മൾ ബലശാലിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു വാർത്ത, ഈ ഒരു വാക്യം നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. എൻ്റെ ഗുരുജി എനിക്ക് പകർന്നു തന്ന ഒത്തിരി കാര്യങ്ങൾ ഞാൻ നമ്മുടെ ചാനലിൽ പതിവായിട്ട് വീഡിയോ ചെയ്തിട്ടിരിക്കുകയാണ്. ഒത്തിരി പേർക്കത് യൂസ്ഫുൾ ആയിട്ടും ഉണ്ട്. ഒരുപാട് പേരുടെ ജീവിതവും മാറ്റിമറിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതം ഒത്തിരി സക്സസ്ഫുൾ ആയി ഇന്ന്. ആ വകയില് ഈ ഒരു വാക്യം വന്നിട്ട് നിങ്ങളെ ഭയങ്കരമായിട്ടൊരു ബലശാലിയാക്കും. ഈ ഒരു വാക്യം നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലേ, നിങ്ങൾ ഒരു തവണ ചെയ്ത് കഴിയുമ്പോഴേ നിങ്ങൾക്ക് ഒരു അനുഭവം കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു വാർത്ത മതി എനിക്ക് എൻ്റെ ജീവിതം മുഴുവനും അത് സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നതൊക്കെ എന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നിപ്പിക്കും. നിങ്ങളെ ഡെയിലിയും വരാഹി അമ്മനക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദൈവങ്ങൾക്കും നന്ദിയെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ വാർത്ത നിങ്ങൾക്ക്, ഈ വാക്യം നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട്. മീൻസ് കിട്ടി, നിങ്ങൾക്ക് അത് നിങ്ങളുടെ ആവശ്യം നടന്ന് നിങ്ങളുടെ മനസമാധാനം കിട്ടിയത് കൊണ്ട്. ശരിയാ? നിങ്ങളുടെ മുഖത്തില് എപ്പോഴും ആ പ്രസന്നത, മീൻസ് ഒരു ഗ്ലോ ഉണ്ടല്ലോ, ചിരിക്കുന്ന മുഖം, അങ്ങനെ ഇരിക്കും ഇനി മുതല്. എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള വാക്യം. നിങ്ങൾ ചോദിക്കുന്നത് വിജയത്തിലേക്ക് കൊണ്ടുപോകും, അങ്ങനെയുള്ള ഒരു വാക്യം. ഇത് നിങ്ങൾ നാളെ പഞ്ചമി തിഥിയിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വരാഹി അമ്മനോട് അരുളോട് കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ അത് നടന്നു കിട്ടും. വേറൊന്ന്, ഇന്ന് വീഡിയോ കാണുന്നവർക്ക് ഇത് ഇന്ന് തന്നെ ചെയ്യാവുന്നതാണ്. ഞാന് നാളെ പഞ്ചമി തിഥി ആയതിനാല് പറഞ്ഞേ ഉള്ളൂ. ഇനി ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് പുതുതായി വന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നു ചേരുകയുള്ളൂ. മാത്രമല്ല, ഈ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ഒരു ലൈക്ക് കൂടെ തരണേ. ഇനി പറയാം. ഇത് വന്നിട്ട് ഇപ്പൊ ഇന്നാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു പ്രോബ്ലം ഒന്ന് നിങ്ങൾ വെച്ചുകൊള്ളൂ. എക്സാമ്പിൾ ആയിട്ട്, ഫോർ എക്സാമ്പിൾ എടുത്തോളൂ. ഇപ്പോ പണമാണ് പ്രശ്നം. നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപ വേണം. ആരോടെങ്കിലും നിങ്ങൾക്ക് അത് ചോദിക്കണം. എന്നാല് ആരോട് ചോദിക്കും? അത് അത്രയും പൈസ കയ്യിലിരിക്കുന്ന ഒരാളുണ്ടോ? അത് മാത്രമല്ല, ഞാൻ ചോദിച്ചാൽ എനിക്ക് ആ പൈസ തരുവോ? അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ്, അങ്ങനെ മനസ്സ് വിഷമം നമുക്ക് ഇരിക്കുമല്ലോ. ഇങ്ങനെ ഒരു പ്രോബ്ലത്തിൽ നിങ്ങൾ ഇരിക്കുന്നു എന്ന് നിങ്ങൾ കരുതിക്കൊള്ളുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറയാൻ പോകുന്ന ഈ വാക്യം വന്നിട്ട് ആ ദിവസം തീരുന്നതിന് മുന്നേ ഒരു 4 hours, 4 മണി നേരം നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. മറക്കരുത്, 4 മണി നേരം. 4
മണിക്കൂർ നിങ്ങൾ ഇത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അന്നത്തെ ദിവസം തീരും മുന്നേ അത് നിങ്ങൾ ഒരു അരമണി നേരം, ഹാഫ് ആൻ അവർ വെച്ച് ചൊല്ലിക്കൊള്ളുക. ശരി, അത് നിങ്ങളുടെ കൺവീനിയന്റ് എങ്ങനെയോ അങ്ങനെ ചെയ്യുക. കറക്റ്റാ നിങ്ങൾ ഈ 4 മണി നേരം ഇത് ചൊല്ലുക. ഈ 4 മണി നേരത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ പണം കയ്യിൽ കിട്ടിയാലും നിർത്തരുത്. നിങ്ങൾ 4 മണി നേരം 4 hours കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുന്ന മാതിരി ഇത് ചൊല്ലിക്കൊള്ളുക. വേറൊന്ന്, നിങ്ങൾക്ക് പറ്റുമ്പോൾ എഴുതുകയും ആവാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 4 hours നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയം നടക്കും. ഇപ്പൊ 10 ലക്ഷം രൂപ ഒരാൾ തരാൻ അപ്പോ ഇല്ല എങ്കിലും അദ്ദേഹം അതിന് ഒരു സമയം പറയും, അവര് ആ സമയത്തിന് തരാം. നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾക്കും മനസ്സിൽ അയ്യോ എനിക്ക് ഇങ്ങനെ ഒരു വിഷയം വന്നല്ലോ, എനിക്ക് സാറ്റിസ്ഫൈഡ് ആയി എന്റെ മനസ്സ്, അവരെനിക്ക് ഓക്കെ പറഞ്ഞല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ തരാമെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷനും നിങ്ങൾക്ക് ഒരു സന്തോഷവും മനസ്സിൽ വന്നു ചേരും. സോ 4 hours മുന്നേ നടന്നാലും നിങ്ങൾ 4 hours കംപ്ലീറ്റ് ആയിട്ട് ഈ വാക്യങ്ങൾ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക. ഏത് നാളായാലും ശരി. ഇപ്പൊ ഇന്നാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് 4 മണി നേരം അത് നിങ്ങൾ ഈ വാക്യവും ചൊല്ലി നിങ്ങളുടെ ആവശ്യവും പറഞ്ഞോളുക. ഇന്നത്തെ നാൾ മുടിയതിന്, അതായത് തീരുന്നതിന് മുന്നേ നിങ്ങളിത് ചെയ്യണം. അതല്ല നിങ്ങൾ വേറെ നാളിലാണ് എങ്കിൽ ഒന്നും പ്രശ്നമില്ല, നിങ്ങൾ ആ നാള് തീരുന്നതിന് മുന്നേ ആയിട്ട് 4 മണി നേരം ഈ വേർഡ് നിങ്ങൾ പറഞ്ഞോളുക. വേറൊന്നുകൂടെ, ഈ വാർത്ത, ഈ വേർഡ് ഉണ്ടല്ലോ, ഇത് പറഞ്ഞ് 4 മണി നേരം 4 മണിക്കൂർ നിങ്ങൾ പറയുമല്ലോ, അത് പറഞ്ഞ് തീർത്ത ഉടനെ തന്നെ നിങ്ങൾ പോയിട്ട് ഒരു ഗ്ലാസ് ശുദ്ധജലം, പ്ലെയിൻ വാട്ടർ നിങ്ങൾ പിടിച്ച് കുടിച്ചോളുക. ശരിയാ, ഓർമ്മ വെച്ചോളുക. 4 മണി നേരം കഴിഞ്ഞ ആ സെക്കൻഡിൽ നിങ്ങൾ ചൊല്ലി തീർത്ത ഉടനെ തന്നെ ഒരു ഗ്ലാസ് പ്ലെയിൻ വാട്ടർ എടുത്ത് കുടിച്ചോളുക. അത്രേ ഉള്ളൂ. ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തെന്ത് കാര്യങ്ങൾ നടക്കണോ ഡെയിലി നിങ്ങൾ ഓരോ കാര്യങ്ങൾ വെച്ചോളൂ, കൃത്യമായിട്ട് അത് നടന്നു കിട്ടും. ഇതെനിക്ക് 100% പറയാൻ പറ്റും, കാരണം ഞാനും ഇത് ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞു കൊടുത്തു. ഒത്തിരി പേർക്ക് ഇത് ഫലം കിട്ടിയതുമാണ്. ശരിയാ, അതേ കണക്കിന് ഇത് വർക്കൗട്ട് ആവും. ഇനി നോക്കൂ ഈ വാക്ക് എന്താണെന്ന്. തത്യത് കുറുമഹ. ഒന്നുകൂടെ പറയാം, തത്യത് കുറുമഹ. തത്യത് കുറുമഹ. ഇത് വന്നിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക. വളരെ സിമ്പിൾ അല്ലേ? ഒരേ ഒരു വരി ഒരു നോട്ട്ബുക്കിലെയോ ഡയറിയിലെയോ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക. ഇത് വന്നിട്ട് നിങ്ങൾ 2 വകയിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്കൊരു പ്രോബ്ലം വന്നതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഒരു മെത്തേഡ്, അത് മനസ്സിലായല്ലോ. ഇപ്പൊ രാത്രിയാണ് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വരുന്നതെങ്കിൽ നിങ്ങൾ രാത്രിയിലിരുന്ന് 4 മണിക്കൂർ കണ്ടിന്യൂസ് ഇത് ചൊല്ലിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചോളുക. അടുത്ത നാളെ രാവിലേക്കുള്ളിൽ നിങ്ങൾക്ക് എല്ലാം റീച്ച് ആയിടും, നിങ്ങൾക്ക് പ്രശ്നം സോൾവ് ആയിടും. ശരിയാ, ഇത് പ്രോബ്ലം വന്നതിന് ശേഷമുള്ളത്. ഇനി അടുത്ത് കുറെ പേര് എനിക്ക് ഒരു പ്രോബ്ലവും വരാൻ പാടില്ല, അയ്യോ എനിക്ക് ഒന്നും വരരുതേ എന്ന് പറയുന്നവര്, മീൻസ് ഡെയിലി എനിക്ക് ടെൻഷനോടെ ഇരിക്കുന്ന അതേ എനിക്ക് വേണ്ട, അങ്ങനെ കരുതുന്നവരുണ്ട്. അങ്ങനെ കരുതുന്നവര് രാവിലെ എഴുന്നേറ്റ ഉടനെ ഈ വാർത്ത ചൊല്ലിക്കൊള്ളുക, സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് 4 മണി നേരം നിങ്ങൾ തികയ്ക്കണം, അത് രാവിലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ഈ വാർത്ത മനസ്സിൽ ഇങ്ങനെ മനപ്പാടാക്കി വെച്ചോളുക. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുമല്ലോ. നിങ്ങളിപ്പോ വേറൊരു വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിലും, ഇപ്പൊ കിച്ചൺ വർക്കൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് ഇത് ധാരാളമായിട്ട് ചൊല്ലാവുന്നതാണ്. ശരിയാ, പേഴ്സണൽ വർക്ക്, കുളിക്കുമ്പോഴോ എന്ത് ചെയ്യുമ്പോൾ, ട്രാവൽ ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് ഇത് ചൊല്ലാവുന്നതാണ്. ഒന്നും പ്രശ്നമില്ല. കാരണം ഇതിന് പ്രത്യേകിച്ച് കെട്ടുപാടുകളൊന്നുമില്ല. ഇപ്പൊ പീരിയഡ്സ് ടൈം എന്നോ നോൺ വെജ് കഴിച്ചു എന്നോ പുലവാലായ്മയെന്നോ അങ്ങനെ ഒന്നും ഇല്ല. ഉറച്ചു പറയണമെന്നോ ഇല്ല. ഉയർക്കെ ഇപ്പൊ നിങ്ങൾ ശബ്ദം ഉയർത്തി പറയണമെന്നുമില്ല. നിങ്ങൾ പതുക്കെ പറഞ്ഞാലും മതി, നിങ്ങളുടെ മനസ്സിനുള്ളിൽ പറഞ്ഞാലും മതി. പക്ഷെ 4 മണി നേരം നിങ്ങൾ തികച്ചിരിക്കണം. അന്ന്, അതായത് നിങ്ങൾ ചൊല്ലുന്ന ആ ദിവസമേ നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലവും ഇല്ലാതെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും. ദാറ്റ് മീൻസ് ഇത് നിങ്ങൾ ചൊല്ലുമ്പോഴേ നിങ്ങളുടെ മുന്നേ ഒരു റിങ് വന്ന്, പവർഫുൾ ആയിട്ടുള്ള ഒരു റിങ് വന്ന് ചുറ്റിക്കിട്ടേയിരിക്കും. നിങ്ങളുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നടന്നു കിട്ടും എന്ന് മീനിങ്. അതായത് ഒരു പോസിറ്റീവ് വൈബ് വന്നിട്ട് നിങ്ങളെ ചുറ്റി കവർ ചെയ്തിട്ടിരിക്കും. ആ റിങ് എന്താ നിങ്ങളോട് ചെയ്യുന്നത്? നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ മാത്രം തരും. നിങ്ങൾ വരുന്ന നെഗറ്റീവ് എനർജിയെ അത് മാറ്റിവിടും. ശരിയാ, ഇതിനെ വന്നിട്ട് ഗോൾഡൻ റിങ് എന്നാണ് പറയുന്നത്. ശരിയാ, ഈ മന്ത്രം നിങ്ങൾ ചൊല്ലുമ്പോൾ, ഈ മന്ത്രവാക്യം നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങളെ ചുറ്റി 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 അത് നിങ്ങളിടം നിൽക്കും. ഇത് ഗോൾഡൻ റിങ്. അല്ലാച്ചാല് ഇതിനൊരു ഫയർ റിങ് എന്നും പറയാം. ഒരു മിന്നൽ വേഗത്തിൽ വന്ന് വർക്കൗട്ട് ആകக்கூடிய ശക്തി ഇതിനിരിപ്പുണ്ട്. ഈ വേർഡ്സ് വന്നിട്ട് ഒരു
കവചം പോലെ നമ്മളെ കാത്തു സംരക്ഷിക്കും. നിങ്ങൾ ജസ്റ്റ് ഈ വേർഡ്സ് പറഞ്ഞാലേ മതി. ശരിയാ? സമയം ഓർത്ത് വയ്ക്കുക, 4 hours. അതിൽ കുറഞ്ഞ് നിങ്ങൾക്ക് കാര്യങ്ങൾ നടന്നാലും നിർത്തരുത്. 4 hours കംപ്ലീറ്റ് ചെയ്യുക. ഓരോന്നിനെന്ന് ഓരോ ടൈം, ഓരോ കാലങ്ങള് അങ്ങനെയൊക്കെ ഉണ്ട്. അതനുസരിച്ച് നമ്മൾ പോയാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ 4 hours പറയുന്നത് നിങ്ങൾ 2 hours നടത്തിയാല് നടക്കില്ല കാര്യം. അഥവാ നടന്ന കാര്യമാണെങ്കിലും അത് ഫലത്തിലെത്തത്തില്ല. ശരിയാ? വേറെ ഒന്നും നിങ്ങൾ വലിയ കാര്യങ്ങളൊന്നും നിങ്ങളോട് ചെയ്യാൻ പറയുന്നില്ല. എന്ത് ജോലി ചെയ്തിരുന്നാലും പാരലായിട്ട് അതിന്റെ കൂടെ ഇതും ചെയ്തോളുക. ഇനി എഴുതുന്നവർക്ക് നിങ്ങൾ ഏത് കളർ പേന വേണമെങ്കിലും യൂസ് ചെയ്യാം. ബ്ലാക്ക് വേണ്ട, ബാക്കിയുള്ള ഏത് പേനയോ ഡയറിയോ ബുക്കോ പേപ്പറോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഒരിടത്ത് ഇരുന്ന് നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് എഴുതിക്കൊള്ളുക. ഇപ്പോൾ 4 hours ടൈം ഉള്ളൂ, നിങ്ങൾക്ക് 4 hours എഴുതാൻ പറ്റില്ല വെച്ചാൽ ബാക്കി ഹവേഴ്സ് നിങ്ങൾ പറഞ്ഞോളുക. ശരിയാ? എന്ത് എമർജൻസി സിറ്റുവേഷൻ വന്നാലും നിങ്ങൾക്ക് കൈ കൊടുക്കാൻ പറ്റുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു മാജിക് റിങ്, ഫയർ റിങ്. ശരിയാ? നമ്മുടെ വീഡിയോയിൽ നമ്മൾ വരാഹിയമ്മനെ കുറിച്ച് ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ വജ്രകോശം 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 വന്നിട്ട് എത്ര പവർഫുൾ ആണോ അതുപോലെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത്. സോ ഈ വാർത്ത മാത്രം നിങ്ങൾ ചൊല്ലിക്കൊള്ളുക. നല്ലൊരു പവർ കാണിക്കും. നിങ്ങളുടെ ലൈഫ് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാതിരി സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ശരിയാ? ഒന്നും ഇല്ല, വിളക്ക് കത്തിക്കേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. നിങ്ങളിപ്പോ ഒരു യാത്ര പോകുന്നോ അല്ല നിങ്ങൾ ജോലി ചെയ്യുന്നോ ആ സമയത്തൊക്കെ അങ്ങ് പറഞ്ഞോളുക. എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാം. അന്നത്തെ ദിവസം തീർക്കുന്നതിന് മുന്നേ ചൊല്ലിക്കൊള്ളുക. ശരിയാ? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയ കാര്യം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. വീഡിയോ പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ് സൈഡിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.